രാഹുൽ ഈശ്വറിന് വേണ്ടി വഞ്ചിയൂർ കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് അലക്സ് നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾ കസ്റ്റഡി അപേക്ഷയെ പൂർണ്ണമായും എതിർത്തിട്ടുണ്ട്, പക്ഷേ കോടതി അത് അംഗീകരിച്ചിട്ടില്ല. ഇല്ല, അവർ കസ്റ്റഡി ആപ്ലിക്കേഷനിൽ ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് കോപ്പി തന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 ദിവസത്തേക്കാണ് കസ്റ്റഡി ആപ്ലിക്കേഷൻ ചോദിച്ചത്. മീൻസ് ആ ആപ്ലിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 ദിവസത്തെ കസ്റ്റഡി വേണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനും, പിന്നെ അദ്ദേഹം ഭാവിയിൽ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ ചിത്രങ്ങൾ വല്ലയിടത്തും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി അത് പരിശോധിക്കാൻ വേണ്ടി 3 ദിവസത്തെ ടൈമാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങളതിനെ എതിർത്തു. ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒരു ആവശ്യമില്ല, 3 ദിവസത്തെ ആവശ്യമില്ല. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഒരു വീടും മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ഇത് മാത്രം തിരക്കിയാൽ മതിയല്ലോ. അതായത് ഒരു ദിവസത്തെ കാര്യമുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കോടതി 2 ദിവസം ഇന്നും നാളെ വൈകുന്നേരം 5 മണി വരെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഇന്നലെ ഞങ്ങൾ രാവിലെ തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. അതിൻ്റെ നമ്പറായി. ഇന്ന് അത് ടുഡേ മൂവിംഗ് ആണ്. അത് 3 മണിയോടുകൂടി ഇന്ന് അവിടെ കൺസിഡർ ചെയ്യും. അവിടെ കൺസിഡർ ചെയ്തതിന് ശേഷം അത് കോടതി റിപ്പോർട്ട് ചോദിക്കും. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് റിപ്പോർട്ട് ചോദിച്ചതിന് ശേഷം കോടതി അതിന് തക്കതായ വിധി പറയും. നോട്ടീസ് നൽകാതെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് താങ്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. ഇത് മെയിനായിട്ട് പറഞ്ഞാൽ 1 കൊല്ലത്തെ, അതായത് 7 കൊല്ലത്തിൽ താഴെയുള്ള ഒഫൻസുകൾക്കെല്ലാം സെക്ഷൻ 35(3) പ്രകാരം നോട്ടീസ് സെർവ് ചെയ്യണമെന്നാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചെയ്തിട്ടില്ല. എന്നിട്ട് അവർ വളരെ വ്യക്തമായി ഇതിനകത്ത് കളവായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ നിരസിച്ചതെന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം 3 മണിയോടുകൂടി എന്നെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. പോലീസ് എന്നെ അന്വേഷിക്കും. ഞാൻ പറഞ്ഞു നോട്ടീസ് കിട്ടുവാണെങ്കിൽ നോട്ടീസ് മേടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻസിപ്പേറ്ററി മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു രാത്രി 8:30 അറിയുന്നത് അദ്ദേഹത്തെ നോൺ ബെയിലബിൾ സെക്ഷൻ ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്ഷൻ 75(1) എന്ന് പറയുന്നത് സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അങ്ങനൊരു റിമാർക്സ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഈ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഷെഡ്യൂൾ ചെയ്ത ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിയത് മണ്ടത്തരമായി പോയില്ലേ? കാരണം ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ പോലീസിനോട് ഞാൻ ഓഫീസിലാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഷെഡ്യൂൾ അന്വേഷിക്കട്ടെ. അതൊക്കെ അന്വേഷണ പരിധി വരട്ടെ. അല്ല, പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ അത് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞു അത് അന്വേഷിക്കാനല്ലേ ഇപ്പം കൊണ്ടുവന്നത്. വീട്ടിലുണ്ടെങ്കിൽ എടുത്തട്ടെ. വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പരിശോധിക്കട്ടെ. അതിനകത്ത് എന്തായാലും പോസ്റ്റ് ചെയ്ത സംഗതികൾ അതിനകത്ത് യൂട്യൂബിനകത്ത് കാണുമല്ലോ, കാണത്തില്ലേ? അതിനകത്ത് ഇനി രഹസ്യമായിട്ട് വെക്കാനൊന്നുമില്ല. ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രം ലാപ്ടോപ്പിൽ പലരുടെയിലും കാണുമായിരിക്കും, എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇരയായിട്ട് പെൺകുട്ടി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ആളാണ്. അവരെ അറിയാവുന്നവരുണ്ട്. അവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ലേ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടാവും? നിങ്ങൾ പറയുന്നത് പിന്നെ എന്തിനാണ് വേറൊരു പെൺകുട്ടിയുടെ ചിത്രം സൂക്ഷിക്കേണ്ടത്? അത് നിങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ ഇതുവരെ പബ്ലിഷ് ചെയ്തില്ലല്ലോ. പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞ് കളവായി കേസെടുത്തേക്കുവാണ്. സെക്ഷൻ 75(1) എന്ന് പറയുന്നത് അതിനകത്ത് സെക്ഷലായിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ലാപ്ടോപ്പിൽ കാണാമല്ലോ. അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എല്ലാവർക്കും ആ വിക്ടിമിന്റെ പേരറിയാമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അതായത് അടുത്ത ദിവസമാണ് രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അത് വെള്ളിയാഴ്ച പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.